ഹലോ എവ്രി വൺ, എന്റെ പേര് ഭാഗ്യ. ഞാൻ ലേൺ വൈസിന്റെ സോഷ്യോളജി ഫാക്കൽറ്റി ആണ്. സോ BE SOC 1110 കോഡുള്ള സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന പേപ്പറിന്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. സോ വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നോക്കിയായിരുന്നു എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളത്. ആൾക്കാരെ സ്ട്രാറ്റിഫൈ ചെയ്യുക, പല രീതിയിൽ റാങ്ക് ചെയ്യുക എന്നുള്ളതിനാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് ഈ ഒരു ഇമേജ് കാണുമ്പോഴേ മനസ്സിലാവും. ഇനി ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ആദ്യമേ നോക്കാം. സോ 4 ഒബ്ജക്റ്റീവ്സ് ആണ്, 4 കാര്യങ്ങളാണ് മെയിൻലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, എവല്യൂഷണറി പ്രോസസ്. എവല്യൂഷണറി പ്രോസസ് എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ വന്നത്, ഏതൊക്കെ സൊസൈറ്റിയിലൂടെയാണ് വന്നത് എന്നാണ് നോക്കുന്നത്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾസ് ആണ്. അതിൽ 3 എണ്ണം വരുന്നുണ്ട്: സ്റ്റേറ്റസ്, വെൽത്ത് ആൻഡ് പവർ. ഒന്ന് നോക്ക്, നമ്മൾ ഒരാളെ അനലൈസ് ചെയ്യുമ്പോൾ അവരുടെ ഈ 3 കാര്യങ്ങൾ നമുക്ക് ഒരു ഐഡിയ കാണുമല്ലോ. അതാണ് അപ്പം ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ടൈപ്സ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ. ഏതൊക്കെ ടൈപ്സ് ആണ്? നമ്മുടെ ഒരു സൊസൈറ്റി ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണുമല്ലോ. അപ്പം ഒരു കാര്യത്തിന് തന്നെ പല ടൈപ്സ് കാണും. സ്ട്രാറ്റിഫിക്കേഷനും അതുപോലെ ടൈപ്സ് ഉണ്ട്. ആ ടൈപ്സ് നോക്കുന്നു മൂന്നാമതായിട്ട്. ആൻഡ് നാലാമത് എന്താ? തിയറിറ്റിക്കൽ അല്ലെങ്കിൽ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ആണ്. ഓരോ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇഷ്യൂസിനെയും ഓരോ സോഷ്യോളജിസ്റ്റ് പല പല തിയറീസ് മേക്ക് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി നോക്കുന്നതാണ്. സോ ഇത് 4 ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഈ ഒരു വേർഡ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സ്. ഏതൊരു വേർഡിന്റെ കൂടി TION വന്നാൽ അത് ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ എന്നാണ് അർത്ഥം. സ്ട്രാറ്റിഫൈ എന്ന് പറഞ്ഞാൽ എന്താ? പല പല ലെവലായിട്ട് മാറ്റുക. അപ്പൊ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സ്. അപ്പം ഈ ഒരു ഇമേജ് നോക്ക്. ഈ ഒരു ഇമേജ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരാളുടെ മേളില് അധികാരം സ്ഥാപിച്ചിരിക്കുകയാണെന്ന്. അതുപോലുള്ള പല റിലേഷൻ ഉണ്ട്. ഇതിപ്പോ ഒരു മാസ്റ്റർ സ്ലേവിന് എക്സാമ്പിൾ ഉള്ള ഒരു ഇമേജ് ആണ്. അതുപോലെ പല രീതിയിലും ഉണ്ട്. അപ്പം ഓരോ ഗ്രൂപ്പും ഹയർ അല്ലെങ്കിൽ ലോവർ, ഒരാളെ കമ്പയർ ചെയ്യുമ്പം മറ്റൊരാള് അയാളെയും കൈ ഹയർ ആയിരിക്കും അല്ലെങ്കിൽ ലോവർ ആയിരിക്കും. ഈ രീതിയിൽ ആൾക്കാരെ മാറ്റി ഗ്രൂപ്പായിട്ട് തരംതിരിക്കുന്നതിനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്, അത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനായി മാറുന്നു. ഇനി ഈ ഒരു ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് ആസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അച്ചീവ്മെന്റിന്റെ ബേസിലായിരിക്കും. എന്നാൽ എന്താ ആസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ മനസ്സിൽ കാണുക. ഒരു ലോവർ ക്ലാസ്സിലുള്ള ഒരു ഫാമിലിയെ മനസ്സിൽ വെക്കുക. അവിടെ പേരൻസ് ആണെങ്കിൽ ഡെയിലി വേജസിൽ ഏൺ ചെയ്ത് കൊണ്ടുവരുന്നു. അങ്ങനെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ആ എഡ്യൂക്കേഷനിൽ നിന്നും പഠിച്ച് വളർന്ന് നല്ലൊരു ജോലി നേടി വലിയ വലിയ കമ്പനീസിൽ കയറി നല്ലൊരു ജോലിയായി, അത്യാവശ്യം നല്ല വീട് വെച്ചു, പണമായി, അങ്ങനെ അവരുടെ ആ ഒരു സ്റ്റേറ്റസ് മാറുകയാണ്. അതായത് ലോവർ ക്ലാസ്സിൽ നിന്നും അപ്പർ ക്ലാസ്സിലേക്ക് മാറി. പക്ഷെ അവരുടെ കാസ്റ്റ് എന്താണ്? സെയിം കാസ്റ്റ് ആണ്. ഇനി ഇപ്പൊ ലോവർ കാസ്റ്റിലായിരുന്ന ആ കുട്ടി ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നെങ്കിൽ, അതായത് സൊസൈറ്റി കൺസിഡർ ചെയ്യുന്ന ലോവർ കാസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിലാണ് ആ കുട്ടി ഉണ്ടായിരുന്നത്. ഇനി വലുതായി എത്ര വലിയ ജോലി നേടിയാലും ആ ഒരു കാസ്റ്റിൽ നിന്ന് പുറത്തു വരാൻ പറ്റത്തില്ല. അപ്പം ഈ കാസ്റ്റിന്റെ ബേസ് എന്ന് പറയുന്നത് എന്താ? അത് ബർത്തിലൂടെ കിട്ടുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് പെട്ടെന്നൊന്നും പുറത്തു വരാൻ പറ്റത്തില്ല. അതിനെയാണ് ആസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ക്ലാസ് മാറിയില്ലേ? എഡ്യൂക്കേഷൻ, അതിന്റെ ടാലന്റ്, എബിലിറ്റി വെച്ചിട്ട് അത് അച്ചീവ് ചെയ്തെടുത്തതാണ്. അങ്ങനെയുള്ള സ്റ്റേറ്റസിനെയാണ് അച്ചീവ്ഡ് സ്റ്റേറ്റസ് അല്ലെങ്കിൽ അച്ചീവ്മെന്റിലൂടെ കിട്ടുന്ന സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. അപ്പം അതാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഈ 2 കാര്യത്തിൽ ആ ഒരു കഥ ഓർത്തു വെച്ചാൽ മതി, ആസ്ക്രിപ്ഷനും അച്ചീവ്മെന്റും എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇനി ഈ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എവല്യൂഷണറി എന്ന് പറഞ്ഞല്ലോ, അത് നമുക്ക് നോക്കാം. അതിനു മുമ്പേ ജസ്റ്റ് ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്രോസസ് ആണ് പറയുന്നുണ്ട്. എന്ന് വെച്ചാല് ഈ ഹണ്ടിങ് ഗാദറിങ് സൊസൈറ്റി ഉണ്ടല്ലോ, ഫസ്റ്റ് സൊസൈറ്റി. ഇപ്പൊ നമ്മൾ ടെക്നോളജിയുടെ ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ പണ്ടെന്ന് പറയുന്ന സൊസൈറ്റി ഫയർ ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത്, സ്റ്റോൺ ടൂൾസ് ഒക്കെ കണ്ടുപിടിക്കുന്ന മീൻസ് അത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്നൊക്കെ പറയുന്നത് ഹണ്ടിങ് സൊസൈറ്റി. അവിടെ സോഷ്യൽ ഡിഫറൻസിയേഷൻ മാത്രമേ ഉള്ളൂ, പക്ഷെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റില്ല. സോഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഡിഫറെന്റ് ആണ്, ഓരോരുത്തരിൽ നിന്ന് മറ്റൊരാൾ ഡിഫറെന്റ് ആണ്. ഇപ്പൊ വൈറ്റ് സ്കിൻ ഉള്ളവരും ഡാർക്ക് സ്കിൻ വൈറ്റ് സ്കിൻ ഉള്ളവരും ഡാർക്ക് സ്കിൻ ഉള്ളവരും തമ്മിൽ ഡിഫറൻസിയേഷൻ ഉണ്ട്.
പക്ഷെ അത് റേസിസം ആയപ്പോ എന്തായി? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനായി. നേച്ചർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ സൊസൈറ്റി എന്താക്കി? അതിനെ ഇനിക്വാലിറ്റീസ് ആക്കി മാറ്റി, സ്ട്രാറ്റിഫിക്കേഷൻ ആക്കി. അപ്പം ഈ ഫസ്റ്റ് സിമ്പിൾ ഹണ്ടിങ് അല്ലെങ്കിൽ ഗ്യാതറിംഗ് സൊസൈറ്റിയിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇല്ല, അത് ഓർത്ത് വെക്കുക. പിന്നെ ഏൻഷ്യൻ സൊസൈറ്റി തൊട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ് മാസ്റ്റർ സ്ലേവ് റിലേഷൻ. ഏൻഷ്യൻ സൊസൈറ്റിയിലാണ് അവരെ കാണുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എവല്യൂഷണറി പ്രോസസ്. ഏതൊരു കാര്യം ഇവോൾവ് ചെയ്ത് വന്നയാണല്ലോ. നമ്മൾ ഈവൻ ഹ്യൂമൻസ് പോലും ഇവോൾവ് ചെയ്ത് വന്നതാണ്. അതുപോലെ ഈ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനും എന്തോ അതിനും ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് വന്നത്? ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങൾ. ഈവൻ ഫയർ എന്ന് പറയുന്നത് അതൊരു കണ്ടുപിടുത്തമല്ലേ. അങ്ങനെ പല കണ്ടുപിടുത്തങ്ങൾ നടത്തി. ഇപ്പൊ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ വന്നാ നിൽക്കുന്നത്? ഈ ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് നടത്തിയത്? അപ്പം ഈ ഒരു പ്രൊഡക്ഷനിലും ടെക്നോളജീസിലും വന്ന ചേഞ്ചസ് ആണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത്, കാരണം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഹണ്ടിങ് പറഞ്ഞു, അവിടെ സ്ട്രാറ്റിഫിക്കേഷൻ ഇല്ല. അവിടെ ആകെ വരുന്ന ഒരു ഡിഫറൻസിയേഷന്റെ ബേസിലാണ് വരുന്നതെന്ന് പറഞ്ഞ ഏജിന്റെ ബേസിലായിരിക്കും. ഇപ്പം ഒരാളെ ഇപ്പം കാട്ടിലൊക്കെ പണ്ടത്തെ കഥകളിലൊക്കെ കണ്ടിട്ടില്ലേ, കാട്ടിലെ മൂപ്പൻ എന്നൊക്കെ പറയുന്നത്, അത് എന്തിന്റെ ബേസിലായിരിക്കും? അയാൾക്ക് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പവർ കാണും, ഇല്ലെങ്കിൽ സീനിയോറിറ്റിയുടെ ബേസിൽ, ഏജിന്റെ ബേസിലുള്ള ഒരു ഇതായിരിക്കും ഏറ്റവും മൂത്തത്. അത് ആർക്ക് വേണമെങ്കിലും ആവാം. ആ ഒരു ഏജ് എത്തുന്ന ആർക്ക് വേണമെങ്കിലും എന്താവാം? അതാ ആ ഒരു മൂപ്പൻ, ആ ഒരു ചീഫ് എന്നുള്ള ഒരു പൊസിഷനിൽ നിൽക്കാൻ പറ്റും. അപ്പൊ ഹണ്ടിങ് സൊസൈറ്റിയിൽ എന്തില്ല? സ്ട്രാറ്റിഫിക്കേഷൻ ഇല്ല, ഡിഫറൻസിയേഷൻ മാത്രമേ ഉള്ളൂ. അപ്പം ഹണ്ടിങ് സൊസൈറ്റിയിൽ ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്തുവായി? ഇപ്പൊ ഹണ്ടിങ് സൊസൈറ്റിയിലെ ആൾക്കാർക്ക് സ്വന്തമായിട്ട് പ്രോപ്പർട്ടിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. കാരണം അവർ ആവശ്യമുള്ളത് പോവും, കാട്ടിൽ പോവും, അന്നത്തേക്കുള്ള ഭക്ഷണം കിട്ടും, കഴിക്കും, താമസിക്കും. ഈ ഒരു രീതിയായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് അഗ്രികൾച്ചർ ആൻഡ് ഹസ്ബൻഡറി വന്നു. ആൾക്കാർ കൃഷി ചെയ്യാൻ തുടങ്ങി. അതുപോലെ കാറ്റിൽസിനെ ഓൺ ചെയ്യാൻ തുടങ്ങിയപ്പോ ഇവർക്ക് എന്ത് കിട്ടി? ഫുഡും കാറ്റിലും ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റി. ഒരുപാട് മീൻസ് അവർക്ക് ആവശ്യത്തിൽ അധികം സ്റ്റോർ ചെയ്യാൻ കിട്ടി. മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള രീതിയിൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. ഇതാണ് എന്ത്? ബാർട്ടർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നത്. അത് കാരണം എനിക്കിപ്പോ കുറെ കാറ്റിലുണ്ട്, എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്ത് ഉള്ളൂ? റൈസും വീറ്റുമാണ് അയാൾ കൾട്ടിവേറ്റ് ചെയ്തെങ്കിൽ എന്റെ ഒരു കാറ്റിൽ കൊടുത്ത് അതിന് അത്ര അളവിന് എനിക്ക് വീറ്റ് കിട്ടും. ഇതാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ആ ഒരു സിസ്റ്റമായി മാറി. അതിനുശേഷം എന്തായി? കൂടുതൽ പൈസ ഉള്ളവർ, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയവർ എന്തായി? ഒരു അപ്പർ ക്ലാസ് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ കൂടുതൽ കാശ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് വന്നു റൂളിംഗ് ആയിട്ട്. അപ്പൊ കൂടുതൽ കാശുള്ളവര് ഭരിക്കാൻ തുടങ്ങി, മറ്റുള്ളവര് ആ ഭരിക്കുന്നവരെ കേൾക്കാനും തുടങ്ങി. അങ്ങനെയാണ് ഈ റൂൾഡ് എന്നൊരു പ്രോസസ്സ് വരുന്നത്. ഇതാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ എവല്യൂഷണറി പ്രോസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾസ് ആണ്. 3 ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റസ്, രണ്ടാമത്തത് വെൽത്ത്, മൂന്നാമത്തത് പവർ. ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സ്റ്റേറ്റസ് എന്താ? ഒരു ഇപ്പം ക്ലാസ് എന്നൊക്കെ പറയുന്നത് എക്കണോമിയുടെ ബേസിലാണെന്ന് നമുക്കറിയാം. അതുപോലെ സ്റ്റേറ്റസ് എന്താ? സോഷ്യൽ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ബേസിൽ നമ്മളെ റാങ്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന്. അതായത് ഓണർ അല്ലെങ്കിൽ റെസ്പെക്ട്, നമുക്ക് ഒരാളോടുള്ള മതിപ്പ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതാണ്. ഇപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ചില ആൾക്കാര് ഒരു അമ്പലത്തിലെ തിരുമേനിയെ കാണുമ്പം കൊടുക്കുന്ന റെസ്പെക്ട് അല്ല നമ്മുടെ വീട്ടില് കൂലിപ്പണിക്ക് വരുന്ന ഒരാൾക്ക് കൊടുക്കുന്നത്. രണ്ടും രണ്ട് രീതിയിലാണ്. അതിന് രണ്ടിനും ഡിഫറൻസ് ഉണ്ട്, ഇല്ലേ? ഇപ്പൊ ഡോക്ടറിനെ കാണുമ്പോൾ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റോ അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡോ അല്ല എന്താ ഈ ടോയ്ലറ്റ് ക്ലീനേഴ്സിനെ ഒക്കെ കാണുമ്പോൾ കൊടുക്കുന്നത്. അപ്പം അതിൽ വരുന്ന വ്യത്യാസം എന്തിന്റെ ബേസിൽ? ആ ഒരു ഇതിനെയാണ് സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. ഇൻ ടേംസ് ഓഫ് ഓണർ ആൻഡ് റെസ്പെക്ട്. ഈ ഓണർ എന്ന് പറഞ്ഞ ഒരു ക്വാളിറ്റേറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്, ആ ഒരു രീതി വരുന്നതാണ്. അത് ബർത്തിലൂടെ തന്നെ കിട്ടുന്നതാണ്. അതിന് എക്സാമ്പിൾ ആണ് കാസ്റ്റ് എന്ന് പറയുന്നത്. നേരത്തെ എക്സാമ്പിൾ ഓർമ്മയുണ്ടല്ലോ, ആസ്ക്രൈബ്ഡിന്റെയും അച്ചീവ്മെന്റിന്റെയും പറഞ്ഞ സെയിം കാര്യമാണ്. അപ്പം ഇത് കാസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള രീതിയൊക്കെ എന്താ സ്റ്റേറ്റസിന് എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഈ ഒരു ഇമേജിൽ നോക്കേ, ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഈ 4 പേർക്കും ഈ ഒരു കാറ്റഗറൈസേഷൻ വന്നത് ഋഗ്വേദയിലാണ്. അത് വർണ്ണ സിസ്റ്റം, ഹിന്ദു മിത്തോളജിയുടെ ആ ഒരു കഥയൊക്കെ ഉണ്ട്. അത് നമ്മൾ വരുന്ന സ്ലൈഡ്സിൽ പറയുന്നതായിരിക്കും. അപ്പം ഈ ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറഞ്ഞാൽ അവരുടെ ഒക്കുപേഷൻ വെച്ച് മാത്രം കാറ്റഗറൈസ് ചെയ്ത ഒരു കാര്യമാണ്. പക്ഷേ അത് കുറച്ചു നാൾ കഴിഞ്ഞ് ലേറ്റർ വേദിക് പീരീഡ് ആയപ്പോഴാണ് ഇതിന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. കാരണം ഒരാള് മേളില് ഒരാൾ താഴെ എന്നുള്ള കാറ്റഗറൈസേഷൻ ഒക്കെ വന്നത്. അപ്പൊ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന ഓണർ, റെസ്പെക്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ
മറ്റുള്ളവരോടുള്ള മതിപ്പ്, ഇതിനെയാണ് സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. കൂടുതലും വാല്യൂസും ബിലീഫ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു പ്രിൻസിപ്പിൾ പോകുന്നത്. ഇനി നെക്സ്റ്റ് എന്താ? വെൽത്ത്. വെൽത്ത് എന്ന് പറയുന്നത് കാശിന്റെ രീതി തന്നെയാണ്. ആർക്കാണോ കൂടുതൽ പൈസ ഉള്ള ആള് അയാളെ ആയിരിക്കും കൂടുതലായിട്ട് റാങ്ക് ചെയ്യുന്നത്. അപ്പം ഗ്രൂപ്പ്സ് ഹാവിംഗ് ഗ്രേറ്റർ കൺട്രോൾ ഓവർ എക്കണോമിക് റിസോഴ്സസ്. എക്കണോമിക് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പത്തികമായിട്ട് കൂടുതൽ ആരെയാണോ മുന്നിൽ നിൽക്കുന്നത് അവർക്കായിരിക്കും കൂടുതൽ കൺട്രോൾ ഉള്ളത്. എക്സാമ്പിൾ ക്ലാസ്. ആക്ച്വലി 3 ക്ലാസ് ആണ് നമുക്ക് ഉള്ളത്: റിച്ച്, മിഡിൽ, പുവർ. അതിൽ റിച്ച് എന്ന് പറയുമ്പോൾ നല്ല കാശുള്ളവർ, പുവർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വളരെ മീൻസ് ഡെയിലി ബേസിസ് മാത്രം കിട്ടുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഒരു ക്ലാസ് ഉണ്ട്, മിഡിൽ ക്ലാസ്. മെജോറിറ്റി ഓഫ് ഇന്ത്യയുടെ പോപ്പുലേഷനിൽ എന്താ ഉള്ളത്? മിഡിൽ ക്ലാസ് ആണ് ഉള്ളത്. അതും ടെക്നോളജിയുടെ അഡ്വാൻസിങ്ങിലൂടെയാണ് എന്ത് വന്നത്? ഈ വെൽത്തിന്റെ അക്യുമുലേഷൻ. ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രി, അതൊക്കെ കാൾ മാർക്സിന്റെ കാര്യം പഠിക്കുമ്പോൾ ഒരുപാട് ക്യാപിറ്റലിസത്തിന്റെ കാര്യമൊക്കെ പറയും, എങ്ങനെ ടെക്നോളജി അഡ്വാൻസ് ചെയ്തു, ഏതൊക്കെ സൊസൈറ്റി ആണ് എന്നൊക്കെ ഉള്ളത്. സോ വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ടെക്നോളജി അഡ്വാൻസ് ചെയ്തപ്പോ ആൾക്കാരുടെ പണം കിട്ടുന്ന അളവും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന രീതിയൊക്കെ മാറിക്കൊണ്ടിരുന്നു. അപ്പൊ ആൾക്കാരെ കൂടുതൽ വെൽത്ത് ഉള്ള ആൾക്കാരെ സൊസൈറ്റിയിൽ ഹൈലി റാങ്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മൾ ഓരോ ഫംഗ്ഷൻസിനൊക്കെ ചീഫ് ഗസ്റ്റുകളെ വിളിക്കത്തില്ലേ? ഈ ചീഫ് ഗസ്റ്റുകളെയൊക്കെ വിളിക്കുന്നത് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു പാവപ്പെട്ട ഒരാളെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നത്? ഇല്ല. അത്യാവശ്യം സൊസൈറ്റിയിൽ നല്ലൊരു പൊസിഷൻ ഉള്ള, അല്ലെങ്കിൽ എന്തായിരിക്കണം? അത്യാവശ്യം നല്ല കാശുള്ള ഒരാളായിരിക്കണം. അല്ലാതെ ഒരിക്കലും ഒരു പാവപ്പെട്ടവനെയും ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ച് നമ്മൾ കാണാറില്ല. അതാണ് വെൽത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്തായിരുന്നു? പവർ. പവർ എന്നാൽ അതിന്റെ ഡെഫിനിഷൻ എന്താന്ന് വെച്ചാല് ദ എബിലിറ്റി ടു ക്യാരി ഔട്ട് വിൽസ് ഈവൻ ഒപ്പോസ്ഡ് ബൈ അതേഴ്സ്. അതായത് എനിക്കിപ്പോ ഒരു കാര്യം ചെയ്യണം, പക്ഷെ എനിക്ക് പവർ ഉണ്ടെങ്കിൽ വേറൊരാൾ അത് എതിർത്താലും എനിക്ക് ചെയ്യാൻ പറ്റും. ഇവയാണ് പവർ എന്ന് പറയുന്നത്. ഇപ്പൊ സ്റ്റേറ്റിന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ്, ഇന്ത്യൻ ഗവൺമെന്റിനെയാണ്, അല്ലെങ്കിൽ ഗവൺമെന്റിന് എന്തുണ്ട്? നമ്മുടെ മേല്, സിറ്റിസൺസിന്റെ മേല് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അതോറിറ്റി ഉണ്ട്. പവർ, അതോറിറ്റി എന്ന് പറഞ്ഞാൽ ലെജിറ്റിമേറ്റ് പവർ എന്നാണ്. അതൊക്കെ നമ്മൾ നോക്കും. അപ്പൊ ഇപ്പൊ പവർ എന്താ വെച്ചാൽ എബിലിറ്റി ടു ക്യാരി ഔട്ട് വിൽസ് ഈവൻ ഒപ്പോസ്ഡ് ബൈ അതേഴ്സ്, ഇതാണ് അതിന്റെ അർത്ഥം. അപ്പൊ സ്റ്റേറ്റിന് എന്തുണ്ട്? സോവറിൻ അതോറിറ്റി ഉണ്ട്. ആരുടെ മേലിലാ? സിറ്റിസൺസിന്റെ മേലിൽ നല്ല പവർ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിസർവേഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം. ആൾക്കാര് ഇവിടെ കാസ്റ്റിന്റെ ബേസിൽ നെഗറ്റീവ് ആയിട്ടാണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത്. ഇപ്പം ടെമ്പിൾ എൻട്രി റെസ്ട്രിക്ട് ചെയ്യുന്നവരുണ്ട്, ഈ കിണറ്റിന്ന് വെള്ളം എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞവരുണ്ട്, ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഓരോ അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റുകാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാറുണ്ട്. അതിനെതിരെ എന്നല്ല, അതിനൊരു മാർഗം പോലെ കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് റിസർവേഷൻ എന്ന് പറയുന്നത്. അത് എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്, എഡ്യൂക്കേഷനിലും എംപ്ലോയ്മെന്റിലും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരുന്നതാണ് റിസർവേഷൻ സിസ്റ്റം. അത് എന്താ? നമ്മുടെ ഇഷ്ടപ്രകാരം, എല്ലാവരുടെ ഇഷ്ടപ്രകാരം നോക്കി ചെയ്യുന്നതാണോ? അല്ല. റിസർവേഷനെ എതിർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഈ അപ്പർ കാസ്റ്റിലുള്ളവരും കാണും, ലൈക്ക് ലോവർ ക്ലാസ് ആയിട്ടുള്ളവർ. എക്കണോമിയുടെ ബേസിലല്ലല്ലോ നമ്മൾ റിസർവേഷൻ കൊടുക്കുന്നത്, കാസ്റ്റിന്റെ സിസ്റ്റത്തിലല്ലേ. അപ്പം അതിന്റെ ബേസിൽ ഒരുപാട് എതിർപ്പ് കാണും. പക്ഷെ എന്താണ്? സ്റ്റേറ്റിനാണ് അധികാരം, സ്റ്റേറ്റ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു പവർ അതിന് ഉണ്ട്. അതാണ് പവർ. അപ്പൊ 3 പ്രിൻസിപ്പിൾസ് ആണ് ഈ ഒരു ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് എന്തായിരുന്നു? സ്റ്റേറ്റസ്, സെക്കൻഡ് വെൽത്ത്, ആൻഡ് മൂന്നാമത്തതാണ് പവർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ടൈപ്സിൽ മെയിൻലി 6 ടൈപ്പ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഏജ് സെറ്റ്, സെക്കൻഡ് സ്ലേവ്, എസ്റ്റേറ്റ്, കാസ്റ്റ്, ക്ലാസ്, റേസ് ആൻഡ് എത്തനിസിറ്റി. സോ ഫസ്റ്റ് ഏജ് സിസ്റ്റത്തിലോട്ട് പോകാം. നമ്മളിപ്പം താമസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പം ജീവിക്കുന്ന ആ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് എന്താ? സ്റ്റേറ്റ് ഉള്ള സൊസൈറ്റിയാണ്, ഗവൺമെന്റ് ഇല്ലേ? ഇതിനു മുന്നേ ഹണ്ടിങ് ഗാദറിങ് ആ ഒരു സൊസൈറ്റിയിലും, അതുപോലെ തന്നെ പ്രിമിറ്റീവ് ആയിട്ട് ഇപ്പോഴും ഒരുപാട് ട്രൈബ്സ് ഉണ്ട്, അവിടെ ഒന്നും സ്റ്റേറ്റ് ഇല്ല. അങ്ങനെ ഒരു സൊസൈറ്റിയും കൂടെ ഉണ്ട്, സ്റ്റേറ്റ് ഇല്ലാത്ത, സെൻട്രലൈസ്ഡ് ഗവൺമെന്റ് ഇല്ലാത്ത സൊസൈറ്റിയാണ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റീസിൽ. അവിടെ കാണുന്ന ഒരേ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏജിന്റെ ബേസിലായിരിക്കും. അതായത് റാങ്ക് എന്തിന്റെ ബേസിലായിരിക്കും കൊടുക്കുന്നത്? ഏജിന്റെ ബേസിലായിരിക്കും. നേരത്തെ പറഞ്ഞില്ലേ മൂപ്പൻ, ആ ഒരു ഇതൊക്കെ അത് തന്നെയാണ്. മീൻസ് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം അതിന് ആരായിരിക്കും തീരുമാനം എടുക്കുന്നത്? അവിടുത്തെ ഏറ്റവും മൂത്ത ആളായിരിക്കും. ഇപ്പൊ സീനിയോറിറ്റി ഇത് ആർക്കും എന്താ ഈ ഒരു ഇതിലേക്ക് കടക്കാവുന്നതാണ്. കാരണം ഇതൊരു ഓപ്പൺ സൊസൈറ്റിയാണ്. ആർക്കും ഒരു പ്രത്യേക ഏജ് എത്തുമ്പോൾ സീനിയർ ആവും എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇത് പ്രൊവൈഡ്സ് ഫോർ ആൻ ഓപ്പൺ സൊസൈറ്റി. അതായത് ഏതൊരു ആൾക്കും ആ ഒരു ഏജിലെത്തുമ്പം ആ ഒരു അധികാരം കിട്ടുമല്ലോ. ഇത് പിന്നെ ഏജിന്റെ ഇത് വരുന്നത് ഓരോ ട്രൈബിലും ഓരോ രീതിയിലായിരിക്കും ഈ ഒരു ഏജില്
എത്തുന്നത്. ഇപ്പൊ മാസൈ ആൻഡ് നന്ദി ട്രൈബ് ഈസ്റ്റ് ആഫ്രിക്ക ഈ ഒരു ഏജ് സെറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അതിന് എക്സാമ്പിൾസ് ആണ്. ഇതില് ഇനിഷ്യേഷൻ റൈറ്റ്സ് ലൈക്ക് സർക്കംസിഷൻ ആൻഡ് അതർ ബോഡി മാർക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, സർക്കംസിഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ സുന്നത്ത് കല്യാണം എന്നൊക്കെ പറയത്തില്ലേ, അതായത് റീപ്രൊഡക്റ്റീവ് പാർട്ടില് ചേഞ്ചസ് വരുത്തിക്കൊണ്ടുള്ള. അപ്പം അങ്ങനെയുള്ളത്, അല്ലെങ്കിൽ വേറെ ബോഡി പാർട്സിൽ എന്തെങ്കിലും ബോഡി മാർക്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടും ആ ഒരു ഏജ്, ഒരു പ്രത്യേക ഏജ് എത്തുമ്പോഴാണല്ലോ ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പം അങ്ങനെയുള്ളതിനെയാണ് ഏജ് സെറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയിലാണ് ഉള്ളത്, ഏജിന്റെ ബേസിൽ റാങ്ക് ചെയ്യുന്നതിനെയാണ് ഏജ് സെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ലേവ് സിസ്റ്റം. സ്ലേവ് സിസ്റ്റം എന്ന് പറയുന്നത് നേരത്തെ കണ്ട ഒരു ഇമേജ് ഓർമ്മയില്ലേ, ഒരാൾക്ക് മറ്റൊരാളെ എന്തും ചെയ്യാനുള്ള പവർ. അത് എക്കണോമിക് ഇനിക്വാലിറ്റി ആണ്. കാരണം ഈ മാസ്റ്റേഴ്സ് പൈസ കൊടുത്ത് പൈസ ഇല്ലാത്ത സ്ലേവ്സിനെ അടിമകളായിട്ട് വാങ്ങിക്കുകയാണ്, അല്ലെ? അപ്പം അത് എക്കണോമിക് ഇനിക്വാലിറ്റിയുടെ ബേസിലാണ്. രണ്ട് തരത്തിലുള്ള സ്ലേവറി ആണുള്ളത്. ഫസ്റ്റ് ഏൻഷ്യൻ സ്ലേവറിയും, രണ്ടാമത്തത് എന്താ, ന്യൂ വേൾഡ് സ്ലേവറിയും. ഏൻഷ്യൻ സ്ലേവറി എന്ന് പറഞ്ഞാൽ റോമിലും ഗ്രീസിലും ഒക്കെ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ലേവറി ആയിരുന്നു. അതെന്ന് പറഞ്ഞാൽ പ്രിസണേഴ്സിനെ വാറിലൊക്കെ കിട്ടുന്ന വാറിലൊക്കെ ഫൈറ്റ് ചെയ്യുന്നവരെ പ്രിസണേഴ്സ് ആയിട്ട് ജയിലിൽ അടയ്ക്കുന്ന ആ ഒരു ഇതിനെയാണ് ഏൻഷ്യൻ സ്ലേവറി എന്ന് പറയുന്നത്. ന്യൂ വേൾഡ് സ്ലേവറി എന്ന് പറഞ്ഞാൽ അത് കൊളോണിയൽ എക്സ്പാൻഷന്റെയും റേസിസ്റ്റ് ഐഡിയോളജീസിന്റെയും ബേസിൽ വരുന്നതാണ്. കൊളോണിയൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കൺട്രി വേറൊരു കൺട്രിയെ പിടിച്ചെടുക്കുന്നതിനാണ് കോളനൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നില്ലേ, അതാണ് കോളനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്നും വരുന്നതും പിന്നെ റേസിസ്റ്റ് ഐഡിയോളജീസ്. റേസിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്കിന്നിന്റെ ബേസിൽ അല്ലെങ്കിൽ കളറിന്റെ ബേസ് ഫിസിക്കൽ ട്രെയ്റ്റിന്റെ ബേസിൽ ആൾക്കാരെ താഴ്ത്തിയിട്ട്, ഇപ്പം വൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ സ്ലേവ്സ് എന്തായിരുന്നു, ബ്ലാക്സ് ആയിരുന്നു അവരുടെ സ്ലേവ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് ന്യൂ വേൾഡ് സ്ലേവറി എന്താണെന്ന് നോക്കാം. സ്ലേവ് എന്ന് പറയുന്നത് മാസ്റ്ററിന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ടായിരുന്നു ന്യൂ വേൾഡ് സ്ലേവറിയിൽ കാണുന്നത്. ഇപ്പൊ ഈ ഒരു ഇമേജിൽ കാണുമ്പോൾ ചെയിൻസ് കണ്ടോ കാലിൽ, അവരെല്ലാം ചെയിൻഡ് ആണ്. മാസ്റ്റർ ഇതിന്റെ ഫ്രണ്ടില് ഒരു അധികാരിയെ പോലെ ഉണ്ട്. നിങ്ങൾ ജാങ്കോ അൺചെയിൻഡ് എന്ന് പറഞ്ഞൊരു മൂവി കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ഫസ്റ്റ് ഓപ്പണിംഗ് സീൻ എന്ന് പറയുന്നത് ഈ ഒരു സെയിം സീനാണ്. അതായത് ചെയിൻ ഇട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പോവുകയാണ്. അതിന്റെ ഫ്രണ്ടില് ഹോഴ്സിന്, കുതിരയുടെ മേളിൽ എന്തുണ്ട്, മാസ്റ്റർ ഇരിപ്പുണ്ട്. കുതിരയുടെ മാസ്റ്റർ അവിടെ ഇരിപ്പുണ്ട്. ഇവര് ഇങ്ങനെ ചെയിൻ വെച്ചിട്ട് ഇങ്ങനെ പോവാണ്. ആ ഒരു മൂവി കാണുവാണെങ്കിൽ കറക്റ്റ് സ്ലേവ് സിസ്റ്റത്തിന്റെ എന്തൊക്കെയാണ് സ്ലേവ്സ് അന്നത്തെ കാലത്ത് അനുഭവിച്ചെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. കാരണം ഒരുപാട് ഇൻസിഡൻസ് അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആ മൂവിയുടെ നെയിം ജാങ്കോ അൺചെയിൻഡ് എന്നാണ്. നല്ലൊരു മൂവിയാണ്, കാണാൻ പറ്റുമെങ്കിൽ കാണുക. കാരണം സ്ലേവ് സിസ്റ്റത്തിൽ അത്ര നന്നായി പറയാം. ഒരു സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യോളജി പഠിക്കുന്ന ഒരു കുട്ടി കാണേണ്ട ഒരു സിനിമ തന്നെയാണത്. അതിൽ ഒരുപാട് രീതിയുണ്ട്. പിന്നെ ഈ മാസ്റ്ററിനെ അനുസരിച്ചിട്ടില്ലെങ്കിൽ ഒരു ഗാർഡനില് ഒരു കുഴി എടുത്തിട്ട് അതില് ആൾക്കാരെ ഒരു പെട്ടിയിലാക്കി ഇടും, ഒരു ഹോളും വെച്ചേക്കും. കാരണം ആ ഹോളിൽ കൂടെ മാത്രം ഒരിത്തിരി വെള്ളം ഒരു ദിവസം കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള സീനുകൾ ഒരുപാട് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ സ്ലേവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ റൈറ്റ് ഇല്ല ഈ സ്ലേവ്സിന് എന്ന് പറയുന്നത്. മാസ്റ്റർ എന്ത് പറയുന്നോ അത് കേൾക്കും. മാസ്റ്റർ ഇവരെ പൈസ കൊടുത്ത് വേറെ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അതിന്റെ പേരിൽ എന്ത് പറയുന്നു അത് അനുസരിക്കുക. ഈ സ്ലേവറി ഒക്കെ ഡിക്ലൈൻ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാല് ഒരു ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേറ്റഡ് ആൾക്കാർ ഇതിനെതിരെ വന്നതുകൊണ്ട്, പിന്നെ ഈ സ്ലേവ്സ് തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്തത്, പ്രതിഷേധിച്ചത് കൊണ്ടുമാണ് ഈ സ്ലേവ് സിസ്റ്റം ഒന്ന് ഡിക്ലൈൻ ആയി വന്നത്. സോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എസ്റ്റേറ്റ് സിസ്റ്റം. എസ്റ്റേറ്റ് സിസ്റ്റത്തിൽ ആരാണ് ത്രീ ഇമ്പോർട്ടന്റ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ക്ലർജി, സെക്കൻഡ് നോബിൾസ് ആൻഡ് തേർഡ് പെസൻസ്. ഇതിൽ ക്ലർജിയും നോബിൾസിനും ഒരു ഹൈ പൊസിഷൻ സൊസൈറ്റിയിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. പെസൻസിനെ ഇവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലോവർ പൊസിഷൻ ആയിരുന്നു കൊടുത്തിരുന്നത്. പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് 3 പേരും 3 ജോലികൾ ചെയ്യുന്ന രീതിയിലാണ്. അതായത് ഒരു സിസ്റ്റം ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. അപ്പം ഫസ്റ്റ് ക്ലർജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, നോബിൾസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി ജോലി പ്രൊവൈഡ് ചെയ്യുക, ആൻഡ് പെസൻസ് ഇവർക്ക് വേണ്ടി ജോലി ചെയ്യുക. ഇങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ ക്ലർജിയും നോബിൾസിനെ ഹൈ സ്റ്റേറ്റസ് ആയിട്ട് കാണുന്നുണ്ട്, പെസൻസിനെ ലോവർ ആയിട്ടുമാണ് കാണുന്നത്. ഇത് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ നെറ്റ് എക്സാമിനും അതുപോലെ CUET-യുടെ ഒക്കെ ഇതിൽ എസ്റ്റേറ്റ് സിസ്റ്റത്തിൽ ആരൊക്കെയാണ് 3 പേരെന്നുള്ളത്. അപ്പം ക്ലർജി, നോബിൾസ്, പെസൻസ്, ഇവര് 3 പേരും ആണ്. പിന്നെ ഈ എസ്റ്റേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പം
ലാൻഡ് ഓണർഷിപ്പ് ആർക്കാണോ ഉള്ളത് അതിന്റെ ബേസിലാണ് നോക്കുന്നത്. മെയിൻലി ഈ 3 എണ്ണമാണ്. പിന്നെ അരിസ്റ്റോക്രസി എന്ന് ഉദ്ദേശിക്കുന്നതും നോബിൾസിനെ തന്നെയാണ്. ക്രാഫ്റ്റ്മെൻ സെർവ്സ് എന്നൊക്കെ പറയുന്നത് പെസൻസ് കാറ്റഗറിയിൽ വരുന്ന, മീൻസ് ആ ഒരു നോബിൾസിനെയും കൈ താഴെ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് ക്രാഫ്റ്റ്മെൻസ് ആൻഡ് സെർവ്സ് എന്ന് പറയുന്നത്. സോ അരിസ്റ്റോക്രസി എന്ന് പറഞ്ഞ നോബിൾസ് തന്നെയാണ്. നോബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഫ്യൂഡൽ ലോഡ്സ്, പ്രഭുക്കൾ എന്നൊക്കെ പറയത്തില്ലേ, അതിനെയാണ് അരിസ്റ്റോക്രസി അല്ലെങ്കിൽ നോബിൾസ് എന്ന് പറയുന്നത്. അതാണ് എസ്റ്റേറ്റ് സിസ്റ്റം. ഫ്രഞ്ച് റവല്യൂഷൻ ഒക്കെ കാരണമായത് ഈ ഒരു എസ്റ്റേറ്റ് സിസ്റ്റം തന്നെയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് എന്താ, നമുക്ക് ബർത്തിലൂടെ കിട്ടുന്ന ഒരു സംഭവമാണ് കാസ്റ്റ്. എല്ലാവർക്കും അവരുടേതായ ഒരു കാസ്റ്റ് കാണുമായിരിക്കും ബർത്തിലൂടെ. കാരണം നമ്മൾ ജനിക്കുമ്പോൾ ആ ഒരു കാസ്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. പറഞ്ഞ പോലെ തന്നെ ജനിക്കുന്നതിൽ കിട്ടുന്നതിന് എന്താ പറയുക, ആസ്ക്രൈബ്ഡ് എന്നാണ് പറയുന്നത്. ഇതിന് ചില ഫീച്ചേഴ്സ് ഉണ്ട് കാസ്റ്റ് സിസ്റ്റത്തിന്. ഫസ്റ്റ് എന്ന് പറഞ്ഞ മെമ്പർഷിപ്പ് എന്തായിരിക്കും, ഹെറിഡിറ്ററി ആൻഡ് ഫിക്സ്ഡ് ആയിരിക്കും. ആൾക്കാർക്ക് എന്താ, ഇപ്പം ഹെറിഡിറ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, എന്റെ അച്ഛന്റെ അതേ കാസ്റ്റ് ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. എന്റെ ഇതേ കാസ്റ്റ് ആയിരിക്കും എന്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് കിട്ടുന്നത്. ഇതാണ് ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ അത് ഫിക്സ്ഡ് ആയിരിക്കും, അത് മാറ്റാനൊന്നും പറ്റത്തില്ല. പിന്നെ എൻഡോഗാമസ് ഗ്രൂപ്പ്. എൻഡോഗാമസ് എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ഗ്രൂപ്പിൽ വെച്ച് തന്നെ അവരുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ട് ഇപ്പൊ കല്യാണം കഴിക്കുന്നത്, ഇപ്പം ഒരു കാസ്റ്റിലുള്ളവർ ആ ഒരു കാസ്റ്റിലുള്ളവരുമായിട്ട് കല്യാണം കഴിക്കാൻ പ്രിഫർ ചെയ്യത്തുള്ളൂ അറേഞ്ച്ഡ് മാരേജിലൊക്കെ. അല്ലെങ്കിൽ പിന്നെ അവരുടെ അപ്പർ കാസ്റ്റ് ആയിരിക്കണം. അല്ലാതെ ലോവർ കാസ്റ്റ് ഒന്നും പ്രിഫർ ചെയ്യുന്ന ഒരു രീതി ഇപ്പോഴും കേരളത്തിലൊന്നും കണ്ടുവരുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ലവ് മാരേജ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരുപാട് അക്സെപ്റ്റബിൾ ആയിട്ട് വരുന്നുണ്ട്. പേരൻസ് ഒക്കെ മാറി ചിന്തിക്കുന്നത് കൊണ്ടും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ എൻഡോഗാമസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. ഈ ഒരു കാസ്റ്റ് സിസ്റ്റം പ്രിവലന്റ് ആയിട്ട് വരുന്നത് ലേറ്റർ വേദിക് പീരീഡിലാണ് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കും. കാരണം ഋഗ്വേദത്തില് പല ഇതും പരാമർശിച്ചിട്ടുണ്ട്, പല ലൈൻസ് പറയുന്നുണ്ട്. ഈ ഒരു എക്സാമ്പിൾ കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, എന്റെ അച്ഛൻ ഡോക്ടറാണ്, എന്റെ അമ്മ എന്ന് പറയുന്നത് വേറൊരു ജോലി, മീൻസ് ഗ്രെയിനർ ചെയ്യുന്നതാണ്, ഞാൻ ഒരു പോയറ്റാണ്. ഇങ്ങനെ പല ജോലികൾ ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അത് പല കാസ്റ്റുകൾ, കാരണം കാസ്റ്റിനെ ഒക്കുപേഷന്റെ ബേസിലല്ലായിരുന്നു ഡിസ്റ്റിങ് ചെയ്തേക്കുന്നത്, ഡിഫറൻഷിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള എക്സാമ്പിൾസ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഋഗ്വേദത്തില് ഈ എൻഡോഗാമസ് ഗ്രൂപ്പ് ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരും ആര് വേണമെങ്കിലും കല്യാണം കഴിക്കുക, അങ്ങനെയൊക്കെ ഉള്ള കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ലേറ്റർ വേദിക് പീരീഡിലാണ് അത് കൂടുതലായിട്ട് വന്നത്. എൻഡോഗാമസ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ഗ്രൂപ്പ് എന്നാണ് അർത്ഥം, അവരുടെ ആ ഒരു ഗ്രൂപ്പിനുള്ളിൽ. ഇതിന് ഓപ്പോസിറ്റ് ആണ് എക്സോഗാമസ്. എക്സോഗാമസ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ ഗ്രൂപ്പ് എന്നാണ്. അത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പം കാസ്റ്റ് എന്താണ്, എൻഡോഗാമസ് ആണ്. പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസ്. സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ, അവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കത്തില്ല, അവർ പോകുന്നൊരു സ്ഥലത്ത് പോകത്തില്ല, അവർ ടച്ച് ചെയ്ത വെള്ളം കുടിക്കത്തില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ, അൺടച്ചബിലിറ്റി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കേരള സൊസൈറ്റിയിലും ഇന്ത്യൻ സൊസൈറ്റിയിലും ഇപ്പോഴും ഒരുപാട് സ്ഥലങ്ങളിലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അതാണ് സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്. ഇനി നാലാമത്തേന്ന് പറഞ്ഞ കാസ്റ്റ് കോൺഷ്യസ്നെസ്. എന്തിന്റെ ബേസിൽ സ്ട്രെസ് ചെയ്യുന്ന, എന്തിന്റെ, കാസ്റ്റ് നെയിംസ്. നീ ഇന്ന കാസ്റ്റ് ആണ്, നിനക്ക് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ അങ്ങ് മനസ്സിലാക്കി, മീൻസ് അവരെ തന്നെ അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കും ഈ കാസ്റ്റുകാർ ഇങ്ങനെയാണ് എന്നുള്ളൊരു കോൺഷ്യസ്നെസ് എല്ലാവരിലും പ്രൊവൈഡ് ചെയ്യുക. ഈവൻ ആ കാസ്റ്റിലുള്ളവർ തന്നെ അവർക്ക് കൊള്ളത്തില്ല, അയ്യോ അവര് ലോവർ കാസ്റ്റ് ആണ്, അപ്പർ കാസ്റ്റിലുള്ളവരെ കാണുമ്പം ഇങ്ങനെ പെരുമാറണം എന്ന ആ ഒരു കോൺഷ്യസ്നെസ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ അഞ്ചാമത്തെയാണ് ഒക്കുപേഷണൽ സ്പെഷ്യലൈസേഷൻ. ഞാൻ എന്റെ അച്ഛൻ ഈ ജോലിയാ ചെയ്തെങ്കിൽ നീ ഈ ജോലി ചെയ്താൽ മതി എന്ന് പലരും പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സിനിമകളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഒരു എക്സാമ്പിൾസ്. ഓക്കെ, അപ്പം കാസ്റ്റ് സിസ്റ്റം ഇതാണ്, ഹെറിഡിറ്ററി ആൻഡ് ഫിക്സ്ഡ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. പിന്നെ ബാക്കിയുള്ളതും കൂടെ നോക്കാം. ഇതാണ് കാസ്റ്റ് സിസ്റ്റം. ഇനി ഈ കാസ്റ്റ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത് 2 ലെവൽസ് ആയിട്ടാണ്. അതിൽ തന്നെ ഫസ്റ്റ് ലെവലാണ് 4 വർണാസ് എന്നുള്ളത്. സെക്കൻഡ് ഇസ് ഓപ്പറേഷണൽ വില്ലേജ് ലെവൽ. ഈ 4 വർണാസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഈ ഒരു ഇമേജ് കണ്ടു, അതെന്താന്ന് പറഞ്ഞാല് പണ്ട് ഋഗ്വേദത്തിലെ പുരുഷ സൂക്തം എന്ന് പറഞ്ഞ ഒരു ഭാഗത്തിൽ പറയുന്നുണ്ട് ഈ കാസ്റ്റ് എങ്ങനെയാ വന്നേ എന്നത്. കാസ്റ്റിന്റെ തിയറി, നമ്മൾ ഓരോ തിയറികൾ നോക്കുമല്ലോ എങ്ങനെ ഒറിജിനേറ്റ് ചെയ്ത, അതിൽ മെയിൻ ആയിട്ട് ഹിന്ദു മിത്തോളജിയിൽ പറയുന്ന ഒരു തിയറിയാണ് ഈ 4 വർണാസ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ കാസ്റ്റ് സിസ്റ്റത്തിൽ പറയുന്ന ഒരു തിയറിയാണ് 4 വർണാസ് എന്നുള്ളത്. അതെന്ന് പറഞ്ഞാല് മൗണ്ട് അബു എന്ന് പറഞ്ഞൊരു മലയുണ്ടായിരുന്നു. ആ മലയുടെ മേളിൽ കുറെ യാഗം നടത്തിയപ്പം അവിടെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും, ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ഹിന്ദു മിത്തോളജിയിലെ ക്രിയേറ്റർ ഗോഡ് എന്നറിയപ്പെടുന്ന ആളാണ്. അപ്പം ബ്രഹ്മാവ്, ആ ദൈവം പ്രത്യക്ഷപ്പെടുകയും ആ ദൈവത്തിന്റെ തലഭാഗത്ത് നിന്ന് ആര് വന്നു, ബ്രാഹ്മിൻസ് വന്നു. കൈയുടെ ഭാഗത്ത് നിന്ന് ക്ഷത്രിയാസും, കാലിന്റെ മേൽഭാഗത്ത് നിന്ന് വൈശ്യാസും, കാൽപാദങ്ങളിൽ നിന്നും ശൂദ്രാസും വന്നു എന്നാണ് പറയുന്നത് ആ ഒരു മിത്തോളജി അനുസരിച്ചിട്ട്. അപ്പം ഈ ഒരു ഭാഗങ്ങൾ നോക്ക്, തലഭാഗത്ത് നിന്ന് ബ്രാഹ്മിൻസ്, അപ്പം അവര് തലയിലെ ഒരു ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട്
അപ്പം അവിടെ ബ്രാഹ്മിൻസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. അതുപോലെ കാലെന്ന് പറയുന്നത് ആരെയും ചവിട്ടി തേക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണമെങ്കിൽ ശൂദ്രാസ് എന്നുള്ള ആ ഒരു രീതിയിലാണ്. അപ്പൊ ഹെഡിൽ നിന്നും ബ്രാഹ്മിൻസ് വന്നു, ഫീറ്റിൽ നിന്നും ശൂദ്രാസ് വന്നു. ഇതിലൊന്നും പെടാത്ത, ഒരു കാസ്റ്റിലും പെടാത്ത കുറെ ആൾക്കാരെയായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ദളിത് അല്ലെങ്കിൽ ഔട്ട്കാസ്റ്റ് എന്ന് പറയുന്നത്. ഈ 4 വർണ്ണാസിന്റെ കാസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ലെവലാണ് പറയുന്നത് ദളിത് അല്ലെങ്കിൽ ഔട്ട്കാസ്റ്റ് എന്ന് പറയുന്നത്. അതിനെന്ന് പറഞ്ഞ എക്സാമ്പിൾ ആണ് ഈ ടോയ്ലറ്റ് ക്ലീനേഴ്സും സ്ട്രീറ്റ് സ്വീപ്പേഴ്സും അവരൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവർ ഈ ഔട്ട്കാസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിലും അവര് ഈ ജോലിയൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് ആരാണ് പെടാൻ പോകുന്നത്? ഈ അപ്പർ കാസ്റ്റിലുള്ളവരും ഇവരെ ഈ മോശമായിട്ട് കൺസിഡർ ചെയ്യുന്നവർ തന്നെയാണ്. നിങ്ങൾ ആർട്ടിക്കിൾ 15 എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കറക്റ്റ് ആയിട്ട് ഈ ഒരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. അവർക്കെതിരെ മീൻസ് ഈ ലോവർ കാസ്റ്റിനെതിരെയുള്ള പ്രശ്നങ്ങള് അവര് തിരിച്ച് എതിർക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ അവരവരുടെ ജോലി ചെയ്യാതിരിക്കുക. ജോലി ചെയ്യാതിരിക്കുമ്പോ ആരാ കഷ്ടപ്പെടുന്നത്? ഈ ടോയ്ലറ്റ് ഒന്നും ക്ലീൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ സ്ട്രീറ്റിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പം ഇവരാരും ചെയ്യാനില്ലെങ്കിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. അവരുടെ ഇമ്പോർട്ടൻസും കൂടെ മനസ്സിലാക്കുക. ദളിത് ഔട്ട്കാസ്റ്റ് എന്ന് പറഞ്ഞ ആരും ഇപ്പൊ നമ്മുടെ ഈ സൊസൈറ്റിയിൽ, അതായത് ഈ ഒരു ജനറേഷനിൽ വളരെ കുറവാണ്, പക്ഷെ പണ്ടത്തെ ജനറേഷനിൽ നന്നായി കാണുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ സെക്കൻഡ് ലെവലാണ് ഓപ്പറേഷണൽ വില്ലേജ് ലെവൽ. അവിടെ എന്ന് പറഞ്ഞാൽ ജാതി, ഓരോ ലോക്കൽ കമ്മ്യൂണിറ്റീസിൽ തന്നെ ജാതിയുടെ പേരിൽ മാറ്റുന്ന ആ ഒരു ലെവലാണ്. സോ 4 വർണ്ണാസ് ആൻഡ് വില്ലേജ് ലെവലിലുള്ള ഓപ്പറേഷൻ, ഇത് രണ്ടുമാണ് കാസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന 2 ലെവലും. ഇനി സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറഞ്ഞത് കാസ്റ്റ് പറയുമ്പോൾ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് സാൻസ്ക്രിറ്റൈസേഷൻ. അതായത് ഈ ലോവർ കാസ്റ്റിലുള്ള ആൾക്കാർക്ക് അപ്പർ കാസ്റ്റിലുള്ള ആളാവണമെന്ന് ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം തോന്നുമ്പോൾ ഈ അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളെ ഇവരങ്ങ് കോപ്പി ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു കാലത്ത് അപ്പർ കാസ്റ്റിലുള്ളവര് നോൺ വെജ് കഴിക്കത്തില്ല, ലോവർ കാസ്റ്റിലുള്ളവരായിരുന്നു നോൺ വെജ്. ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ, അതായത് നോർത്ത് ഇന്ത്യയിലൊക്കെ ബീഫ് കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമല്ലേ. അപ്പൊ ബീഫ് എന്ന് പറയുന്നത് ചിലരുടെ ഇത് പണ്ടൊക്കെ ലോവർ കാസ്റ്റിന്റെ ഒരു ഫുഡായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇവരെന്ത് ചെയ്തു? ഈ ലോവർ കാസ്റ്റിലുള്ളവർ അവർക്ക് ഒരു ഹയർ സ്റ്റേറ്റസ് കിട്ടാൻ വേണ്ടി ഇവര് ഈ നോൺ വെജ് കഴിക്കുന്നത് അങ്ങ് നിർത്തി. ഇങ്ങനെയൊക്കെ നിർത്തി എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളതിനെയാണ് സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ലോവർ കാസ്റ്റ് ഹയർ കാസ്റ്റിന്റെ മാനേഴ്സും കസ്റ്റംസും അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സാൻസ്ക്രിറ്റൈസേഷൻ. ഈ ഒരു കോൺസെപ്റ്റ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആയ MN ശ്രീനിവാസ് ആണ് പ്രൊപ്പോണ്ട് ചെയ്തത്. അത് അദ്ദേഹത്തിന്റെ റിലിജൻ ആൻഡ് സൊസൈറ്റി എമംഗ് ദ കൂക്സ് ഓഫ് സൗത്ത് ഇന്ത്യ. ഈ ഒരു അവിടുത്തെ കൂർഗ്സ് എന്ന് പറയുന്ന, ഇവിടെ കർണാടകയിലെ കൂർഗ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ട ഒരു കാഴ്ചയാണ് അദ്ദേഹം ഈ ഒരു സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറഞ്ഞ തിയറി ആയിട്ട്, ഒരു കോൺസെപ്റ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. അത് കാസ്റ്റ് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് സാൻസ്ക്രിറ്റൈസേഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലാസ് സിസ്റ്റം ആണ്. ക്ലാസ് സിസ്റ്റം വന്നത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ഒരു വരവോടെ കൂടെയാണ്. അതിൽ 3 ക്ലാസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്: അപ്പർ, മിഡിൽ ആൻഡ് ലോവർ. ലോവറിലായിരിക്കും ആൾക്കാർ കൂടുതൽ. ഈ ഒരു പിരമിഡ് സ്ട്രക്ചർ കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ, ലോവർ അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ്സിലായിരിക്കും കൂടുതൽ ആൾക്കാർ. പിന്നെ അപ്പർ, അത് കഴിഞ്ഞിട്ട് അപ്പറിലായിരിക്കും ഏറ്റവും കുറവ് ആൾക്കാർ. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഓപ്പൺ ഗ്രൂപ്പ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഓപ്പൺ അല്ല, ക്ലോസ്ഡ് സിസ്റ്റം ആണ്. അവിടെ ഇനി എന്തൊക്കെ ചെയ്താലും ആ കാസ്റ്റ് മാറാൻ പറ്റില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ പഠിച്ച് നല്ല നിലയിലെത്തി നല്ലൊരു ജോലിയൊക്കെ കിട്ടുവാണെങ്കിൽ ആർക്കായാലും ആ ഒരു അപ്പർ ക്ലാസ് ലോവർ ക്ലാസ്സിൽ നിന്ന് അപ്പർ ക്ലാസ് ആവാവുന്നതാണ്. സോ റിലേറ്റീവ്ലി എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഓപ്പൺ ഗ്രൂപ്പ് തന്നെയാണ്. ഇൻഡസ്ട്രിയലൈസേഷന്റെയും അർബനൈസേഷന്റെയും പ്രോഡക്റ്റ് ആണ്. കാരണം ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡസ്ട്രീസ് വന്നു, അതിൽ നിന്ന് വന്ന ഒരുപാട് ഇൻഡസ്ട്രീസ് വരുന്ന ആ ഒരു ഇതിനെയാണ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞത്. അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രീസ് വന്നപ്പോൾ കൂടുതൽ ജോലി എവിടെ വന്നു? സിറ്റികളിൽ ജോലി വന്നു. അപ്പം ആ സിറ്റിയിലേക്കുള്ള ഒരുപാട് ആൾക്കാർ, അർബൻ ഏരിയ, അതായത് സിറ്റി എന്ന് പറയുന്ന ഇതിലേക്ക് ആൾക്കാർ വന്നതിനെയാണ് അർബനൈസേഷൻ എന്ന് പറയുന്നത്. ഇത് കൂടുതലും വെൽത്ത് അല്ലെങ്കിൽ ഇൻകം, വരുമാനം അല്ലെങ്കിൽ സമ്പത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഹൈറാർക്കി പോകുന്നത്. ഇതില് നമുക്ക് ഒരു കല്യാണത്തിന് പോവാൻ നോക്കുക. ഒരു അപ്പർ ക്ലാസിന്റെ കല്യാണത്തിന് പോകുന്നതും ലോവർ ക്ലാസിന്റെ കല്യാണത്തിന് പോകുമ്പോഴും നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവില്ലേ? ഇപ്പം അംബാനിയുടെ മകന്റെ കല്യാണം നടക്കുമ്പോൾ എന്തൊക്കെ ലൈഫ് സ്റ്റൈൽസും അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ രീതികളും, കല്യാണം നടത്തുന്നതിന് എത്ര ദിവസത്തെ കല്യാണമാണ്, ആരൊക്കെയാണ് ഗസ്റ്റുകൾ, ഇതിന്റെയൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും അതൊരു അപ്പർ ക്ലാസ് കല്യാണമാണെന്ന്. അതുപോലെ ലോവർ ക്ലാസിന്റെ തന്നെ നമ്മുടെ ഇവിടെയൊക്കെ നടക്കുന്ന ഒരു സാധാ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ ക്ലാസ് കല്യാണം നമുക്ക് മനസ്സിലാവും. ഒരു കല്യാണം കണ്ടാൽ മതി അവർ ഏത് ക്ലാസ് ആണ് എന്ന്
നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവരുടെ ലൈഫ് സ്റ്റൈല്, കൺസെപ്ഷൻ പാറ്റേൺസ്, അവർ പോകുന്ന സ്ഥലങ്ങൾ, അവരുടെ ഡ്രസ്സ്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അപ്പർ ക്ലാസ് ആണോ, മിഡിൽ ക്ലാസ് ആണോ, ലോവർ ക്ലാസ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതാണ് ക്ലാസ് സിസ്റ്റം. ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നതാണ് അപ്പർ, മിഡിൽ ആൻഡ് ലോവർ ക്ലാസ്. ഇനി ഡാനിയൽ തോണർ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ വന്ന് നടത്തിയ സ്റ്റഡിയിൽ പറയുന്നുണ്ട്, അഗ്രേറിയൻ സൊസൈറ്റി, അതായത് കൃഷി സംബന്ധമായിട്ടുള്ള സൊസൈറ്റികളുണ്ടല്ലോ, അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള, അവിടെയും 3 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് മാലിക്, കിസാൻ ആൻഡ് മസ്ദൂർ. ഇതില് മാലിക് എന്ന് പറയുന്നത് ലാൻഡ് ഓണേഴ്സ് ആണ്. ആർക്കാണോ ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുള്ളവര് അവരെയാണ് മാലിക് എന്ന് പറയുന്നത്. പിന്നെ കിസാൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചെറിയ എമൗണ്ട് ഓഫ് ലാൻഡ് കാണും, ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ലാൻഡ് കാണും, അതിന്റെ കൂടെ ഇവര് വർക്ക് ചെയ്യുകയും ചെയ്യും. മാലിക് എന്ന് പറയുന്നവര് വർക്ക് ചെയ്തില്ല, അവർക്ക് ലാൻഡ് മാത്രം മതി, അവർക്ക് ഒരുപാട് പൈസയുണ്ട്. കിസാൻ എന്ന് പറയുമ്പോൾ അതിന്റെ തൊട്ട് താഴെ വരുന്ന ഒരു കുറച്ച് ലാൻഡുകൾ കാണും, അതുപോലെ തന്നെ ഇവര് വർക്ക് ചെയ്യാറുണ്ട്. ഈ മസ്ദൂസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ലാൻഡേ ഇല്ല, അവര് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ക്ലാസ്. അപ്പം അഗ്രികൾച്ചർ സൊസൈറ്റിയിലും ഈ ഒരു 3 ക്ലാസ് കാണുന്നുണ്ട്, മാലിക്, കിസാൻ ആൻഡ് മസ്ദൂസ്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതും നെറ്റ് UGC എക്സാംസിന്, UGC നെറ്റിനും CUET-ക്കും ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. ഡാനിയൽ തോണറും ആരാണ് മാലിക്, കിസാൻ, മസ്ദൂർ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, അതുപോലെ ഡാനിയൽ തോണറിന്റെ 3 ക്ലാസിഫിക്കേഷൻ ഏതാണെന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അഗ്രേറിയൻ സൊസൈറ്റിയിലെ ഈ 3 ക്ലാസ് ആണ്. ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് റേസ് ആൻഡ് എത്നിസിറ്റി. റേസ് ആൻഡ് എത്നിസിറ്റി തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, റേസ് എന്ന് പറഞ്ഞാല് ഫിസിക്കൽ ട്രെയ്റ്റ്. ഒരാളെ നമ്മള് അവരുടെ ലുക്സ് വെച്ചിട്ട് മനസ്സിലാക്കത്തില്ല. ഇപ്പം അവരുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ്, ഹെയർ സ്റ്റൈൽ മീൻസ് കേളി ആണോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആണോ, അതുപോലെ സ്കിന്നിന്റെ ടോണ് ഡാർക്ക് ആണോ, ഡസ്കി ആണോ, വൈറ്റ് ആണോ, വീറ്റിഷ് ആണോ, ഇതൊക്കെ മനസ്സിലാക്കത്തില്ലേ. ഇത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഇന്ത്യൻ വർക്കല അല്ലെങ്കിൽ ഗോവ ബീച്ചിൽ പോകുമ്പം നമ്മുടെ നേറ്റീവ് അല്ല, അതൊരു ഫോറിനർ ആണെന്ന് എങ്ങനെയാ മനസ്സിലാവുന്നത്? ഫസ്റ്റില് അവരെ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അവരുടെ ഫിസിക്കൽ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളതല്ലേ. അതിനെയാണ് ഫിസിക്കൽ ട്രെയ്റ്റിന്റെ ബേസിൽ ആൾക്കാരെ മാറ്റി നിർത്തുന്നതിനെയാണ് റേസ് എന്ന് പറയുന്നത്. ഈ വൈറ്റ് ആയിട്ടുള്ളവര് ബ്ലാക്സിനെ എന്താ റേസിന്റെ പേരിൽ മാറ്റി നിർത്താറുണ്ട്. അതായത് അവര് ബ്ലാക്സ് ആണെന്ന് പറഞ്ഞ് അമേരിക്കയിലൊക്കെ കാണുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ ഇന്ത്യയിൽ കാസ്റ്റ് ആണ് കൂടുതൽ നിൽക്കുന്നതെങ്കിൽ അമേരിക്ക പോലുള്ള സൊസൈറ്റീസിലൊക്കെ എന്താ ഉള്ളത്, റേസിസം ആണ് ആ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ കാണിക്കുന്നത്. ഈവൻ ഗാന്ധിജി പോലും സൗത്ത് ആഫ്രിക്ക ആ ഒരു അവിടെ പോയപ്പോ എന്ത് നേരിട്ടതാണ്, ഈ ഒരു ഈവൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നിട്ടും ബ്ലാക്ക് എന്നുള്ള രീതിയിൽ പുറത്തേക്ക് അദ്ദേഹത്തെ എന്ത് ചെയ്തു. ഈവൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നെങ്കിലും ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് സ്കിൻ ആണ്, ഡസ്കി സ്കിൻ ആണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ട്രെയിനിൽ നിന്നും പുറത്തിറക്കി വിടുകയാണ് ചെയ്തത്. ഇതാണ് റേസിസം എന്ന് പറയുന്നത്. ഇനി എത്നിസിറ്റി എന്ന് പറഞ്ഞാൽ അത് കൾച്ചറിനെ ബേസ് ചെയ്തിട്ട് മാത്രം വരുന്നതാണ്. എന്താണ് കൾച്ചറിനെ ബേസ് ചെയ്യുന്ന പറഞ്ഞപ്പോ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് അവരുടെ കോമൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് കാണും, ഫെസ്റ്റിവൽസ് കാണും, കൾച്ചർ കാണും. അത് ആൾക്കാർ പഠിച്ച് കിട്ടുന്നതാണ്, അല്ലാതെ ഇൻബിൽറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമല്ല. ഇറ്റ് ഈസ് ലേൺഡ് നോട്ട് ഇൻഹെറിറ്റഡ്. അവർ അവരുടേതായ ഒരു ലൈഫ് സ്റ്റൈൽ റേറ്റ് ഒക്കെ കാണും. ചിലര് എത്നോസെൻട്രിസം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കൾച്ചറാണ് കൊള്ളാവുന്നത്, മറ്റുള്ളവരുടെ ലാംഗ്വേജ് കൊള്ളത്തില്ല അല്ലെങ്കിൽ അവരുടെ കൾച്ചർ കൊള്ളത്തില്ല, ഇങ്ങനെയൊക്കെ പറയുന്നതിനെയാണ് എത്നോസെൻട്രിസം എന്ന് പറയുന്നത്. ഈ ഒരു ഇതിൽ തന്നെ വരുന്നതാണ് എത്നിസിറ്റി എന്ന് പറയുന്ന ആ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ഫോം. ഇപ്പൊ ഞാനിപ്പോ ഒരു പറയാണ്, എന്റെ കേരളത്തിലെ കൾച്ചർ ഭയങ്കര അടിപൊളിയാണ്, പക്ഷെ തമിഴ്നാട്ടിലെ കൾച്ചർ കൊള്ളത്തില്ല എന്നൊക്കെ പറയുവാണെങ്കിൽ എന്താ, അത് എത്നിസിറ്റി മീൻസ് എത്നോസെൻട്രിസം ആണ്. അത് വളരെ രീതിയിൽ ഭയങ്കര മോശമായിട്ടുള്ള ഒരു സ്ട്രാറ്റിഫിക്കേഷൻ രീതിയാണ്. അപ്പൊ എത്നിസിറ്റി എന്ന് പറഞ്ഞ കൾച്ചറിന്റെ ബേസിൽ വരുന്നതും, റേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഫിസിക്കൽ ട്രേറ്റ്സ് അല്ലെങ്കിൽ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇത്രയാണ് മെയിൻ ആയിട്ടും ടൈപ്സ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷനിൽ വരുന്നത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ടേം ഗിവൺ ടു ദ റാങ്ക്സ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഏജ്? ഏജിന്റെ ബേസിൽ റാങ്ക് ചെയ്യുന്നതിന് എന്താ പറയാ? ഏജ് സിസ്റ്റം. സെക്കൻഡ് വൺ, നെയിം 2 മെയിൻ ടൈപ്സ് ഓഫ് സ്ലേവ് സിസ്റ്റം. ഏതൊക്കെയായിരുന്നു? ഒരു മൂവിയുടെ പേരൊക്കെ പറഞ്ഞായിരുന്നല്ലോ, എൻഷ്യന്റും ന്യൂവും, എൻഷ്യൻ സ്ലേവറി ആൻഡ് ന്യൂ വേൾഡ് സ്ലേവറി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓണർഷിപ്പ് ഓഫ് ലാൻഡിന്റെ ബേസിൽ ഉള്ള സ്ട്രാറ്റിഫിക്കേഷൻ ഏതാണെന്ന്. ഏതാ? ഫ്യൂഡൽ ലോഡ്സ്, നോബിൾസ് ഒക്കെ വരുന്നത്. എസ്റ്റേറ്റ് സിസ്റ്റം. നെക്സ്റ്റ് എന്ന് പറയുന്നത് 2 ലെവൽ ഏതാണ്? കാസ്റ്റ് സിസ്റ്റം ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന 2 ലെവലാണ്. മറ്റേ ബ്രാഹ്മിൻസിന്റെ കഥ അല്ല, ബ്രഹ്മാവിന്റെ കഥ പറഞ്ഞില്ലേ, ബ്രാഹ്മിൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അതിന്റെ ബേസിൽ വരുന്ന വർണ്ണ സിസ്റ്റം. പിന്നെ രണ്ടാമത്തത് ഏതാ? 4 വർണ്ണാസ് ഉള്ള ആ ഒരു സിസ്റ്റം. രണ്ടാമത്തത്
ഓപ്പറേഷണൽ വില്ലേജിൽ വരുന്ന ലോക്കൽ കമ്മ്യൂണിറ്റി ജാതി, അതാണ് രണ്ടാമത്തെ ലെവൽ. ഇനി ഇൻഡസ്ട്രിയൽ ഈ ഒരു 6 ടൈപ്പ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ കാണുന്ന സ്ട്രാറ്റിഫിക്കേഷൻ ഏതാ? സിമ്പിൾ ആണ്, ക്ലാസ് സിസ്റ്റം, കാരണം വെൽത്തിന്റെ ബേസിൽ വരുന്നത്. ഇനി ഗിവ് ദ സോഷ്യോളജിക്കൽ ഡെഫിനിഷൻ ഓഫ് റേസ്. എന്താ സോഷ്യോളജിക്കൽ ഡെഫിനിഷൻ ഓഫ് റേസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ട്രേറ്റിന്റെ ബേസിലുള്ള കാറ്റഗറൈസേഷൻ, അതാണ് റേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബയോളജിക്കൽ രീതിയിലുള്ള. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഇനി നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് യൂണിറ്റ് 1ന്റെ തന്നെ സെക്കൻഡ് പാർട്ട് ഉണ്ട്, തിയറീസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സോ താങ്ക് യു.